ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് വിട്ടത്. അതേസമയം മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. ഹർജിയിൽ വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇത് കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന്മേലുള്ള വാദം നടന്നു. ആ വാദത്തിൽ 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഇതുവരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം നൽകിയത്. ഇതേ വ്യവസ്ഥയിലായിരുന്നു ഇതിലും ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. അതില് ഈ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയാം. അതായത് മുരാരി ബാബുവിന്റെയും അതേപോലെ തന്നെ തന്ത്രി രാജീവരിൽ കണ്ഠരുടെയും ഇതിന് നാളെ വിധി പറയും. അതേസമയം ഇന്ന് ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ വേണമെന്ന ഒരു അപേക്ഷ SIT സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് SITക്ക് ഒരു ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു. തന്ത്രി രാജീവരിൽ കണ്ഠരെ ഇപ്പോൾ വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവര് ഇന്ന് പോലീസ് ക്ലബിലോ മറ്റോ ആയിരിക്കും, ഇന്ന് കൊല്ലത്ത് വെച്ച് തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യുക. അതിനുശേഷം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഈ കൊല്ലം വിജിലൻസ് കോടതി മുമ്പാകെ വീണ്ടും ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ശരി രാജ്കുമാർ.